ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർ അറിയിക്കാനുള്ളത് 140 മണ്ഡലങ്ങളിലൂടെയും റിപ്പോർട്ടർ വാർത്താ സംഘം നടത്തിയ യാത്ര നാളെ അവസാനിക്കുകയാണ്. ഈ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ വികസന ആവശ്യങ്ങൾ, പരാതികൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇന്ന് മുഖ്യമന്ത്രിക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അവയിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കൊടുക്കും. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ഭാഗമായി തന്നെ അത്തരം ആവശ്യങ്ങൾ നമ്മൾ ഓരോ മണ്ഡലത്തിൽ നിന്നും സ്വീകരിച്ചിരുന്നു. ജനങ്ങളെ നേരിട്ട് കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അത് പ്രഭാത വാർത്താ പരിപാടിയിൽ പ്രേക്ഷകർ കണ്ടിരുന്നതുമാണ്. അക്കാര്യത്തിൽ അരുണിനെ അഭിനന്ദിക്കാൻ കൂടി എഡിറ്റോറിയൽ ബോർഡ് സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രിസഭയോടൊപ്പം അല്ലെങ്കിൽ തന്നെയും അതിനെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ ഒരു പൾസ് ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മന്ത്രിമാരെക്കാളും മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു ഉത്തരവാദിത്തമായി മാറിയിരുന്നു. അക്കാര്യത്തിൽ അരുൺ എടുത്തിട്ടുള്ള ഒരു എനർജി ചില്ലറയല്ല. അതിന് അരുണിനെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അഭിനന്ദിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.